എല്ലാവർക്കും ജസ്നാസ് കുക്ക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റഷ്യൻ കട്ട്ലറ്റാണ് പരിചയപ്പെടാൻ പോകുന്നത്. സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങാണ് അതിൻ്റെ ബൈൻഡിങ് ഏജൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങേ ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് ഇതിൻ്റെ ബൈൻഡിങ്ങിന് വേണ്ടി ചേർക്കുന്നത്. അതെന്താണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നമ്മുടെ റഷ്യൻ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റ്, എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളത്തോളം നമ്മൾ ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ, കാരണം നമുക്ക് ഈ വെള്ളം ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഈ വെള്ളത്തിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചൂടോട് കൂടി തന്നെ നമ്മൾ തീ ഓഫാക്കി അപ്പം തന്നെ നമ്മൾ ഈ ചിക്കൻ്റെ പീസസ് ഇതിൽ നിന്ന് നമ്മൾ കോരി മാറ്റണം. ചിക്കൻ്റെ പീസസ് അതിൽ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളം കുടിക്കും. അപ്പോൾ നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ നമ്മൾ എടുത്ത ആ ചിക്കൻ്റെ സ്ട്രോക്ക് ഉണ്ടല്ലോ, അതും രണ്ടും ഇതിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാറി കഴിയുമ്പോൾ ഈ ചിക്കൻ പിച്ചി നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമ്മൾ എടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ആ പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടറിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലോറിന് പകരം 2 ടേബിൾ സ്പൂണോളം മൈദ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഈ ബട്ടറിലിട്ടിട്ട് കോൺഫ്ലോർ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സാക്കി ഇളക്കിക്കൊണ്ട് ഇരുന്നാൽ മതി. അപ്പോൾ നമുക്കതൊന്നിങ്ങനെ ആ ബട്ടറിൽ കിടന്നിട്ട് കോൺഫ്ലോർ ഒന്ന് മൂത്ത് വരും, നല്ല സ്മെല്ല് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരച്ചതും 1/2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരച്ചതും, അതായത് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുകയാണ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്തതും നന്നായിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കണം. പാലൊഴിച്ചിട്ട് നമ്മൾ ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഇത് മിക്സ് ആവാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് കണ്ടിട്ട് നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട. അത് നമ്മൾ മിക്സാക്കി വരുമ്പോൾ, അതായത് ഈ പാലും ഇതൊക്കെ കൂടി കുറുകി വരുമ്പോൾ അതങ്ങ് കറക്റ്റ് പാകത്തിനായിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ എല്ലാ മിക്സും കൂടി നന്നായിട്ട് ഇതേപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഏതാണ്ട് ഈ ഒരു പരുവത്തിലാവണം. നമ്മൾ ഇളക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ടു പോരണം. ആ ഒരു പരുവത്തിലായ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ സ്ട്രോക്ക് ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. അതും ഇതുപോലെ തന്നെ കുറുങ്ങി ഏതാണ്ട് ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. റഷ്യൻ കട്ട്ലറ്റ്സിൽ നമ്മൾ ചിക്കൻ്റെ ഒപ്പം വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ ഫ്രഷ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, ചെറുതാക്കി സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഗ്രീൻ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇതിലേക്ക് ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ് ആഡ് ചെയ്യാം, കോളിഫ്ലവർ ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്യാം, ബീൻസ് ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ ഞാൻ മിക്സിയിലിട്ടിട്ട് ഇതുപോലെ പൊടിയായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കാരണം മിക്സിയിലിട്ടിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും പച്ചമുളകും ആഡ് ചെയ്തിട്ട് കൊടുക്കാം. സവാളയും ക്യാപ്സിക്കമൊക്കെ നല്ല പൊടിയായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഗ്രീൻ പീസ് കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ആ മിക്സിലേക്ക് എളുപ്പത്തിൽ മിക്സ് ആയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ പീസ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് തണുത്ത് കഴിഞ്ഞത് ഇതുപോലെ കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടുക. ഇതാണ് നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ആ വെള്ളമാണ് നമ്മൾ വൈറ്റ് സോസിലേക്ക് ഉണ്ടാക്കിയപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം എല്ലാതും കൂടി കൈ വെച്ച് ഇതുപോലെ ഒന്നങ്ങ് നന്നായിട്ട് തിരുമ്പി
നമ്മൾ യോജിപ്പിച്ചെടുക്കണം. ഈ പച്ചമുളകും ചിക്കനും ഒക്കെ വെജിറ്റബിൾസും എല്ലാതും നന്നായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള വൈറ്റ് സോസും എല്ലാതും നന്നായിട്ട് അങ്ങ് മിക്സ് ആവണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം, കുറച്ച് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മൈദ അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറാണ്. പിന്നെ കുറച്ച് സേമിയ, നൈസായിട്ടുള്ള സേമിയ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കട്ട്ലറ്റിൻ്റെ കൂട്ടിൽ നിന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കൈയിൻ്റെ അടിയിലിട്ട് ഒന്ന് നന്നായി റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. വേറെ ഷേപ്പൊന്നും ഞാനിപ്പോൾ ഇതിന് കൊടുക്കണില്ല. നന്നായി ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു കട്ട്ലറ്റിൻ്റെ പാറ്റീസ് ആദ്യം നമ്മൾ മൈദയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. മൈദയിൽ ഡിപ്പ് ചെയ്യുന്നത് അതിനൊരു ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ മുട്ടയുടെ മിക്സിൽ ഒന്ന് നന്നായി ഡിപ്പ് ചെയ്തിട്ട് സേമിയ വെച്ചിട്ട് കോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സേമിയ ഇട്ടിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമ്മളത് അതിൻ്റെ മേലെ നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിപ്പിക്കുക. സേമിയ നന്നായിട്ട് അതിൻ്റെ മേലെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൈയിൻ്റെ അടിയിൽ ഇട്ടിട്ട് എടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും സേമിയ അതുമേലേക്ക് നന്നായിട്ടൊന്ന് പ്രസ്സായിട്ട് ഇരിക്കുകയുള്ളൂ. കേട്ടോ, ഇതുപോലെ നമ്മൾ കൈയിൻ്റെ അടിയിൽ ഒന്നും കൂടി ഒന്ന് ഇട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം മൈദയിലും മുട്ടയുടെ മിക്സിലും അതുപോലെ സേമിയയിലും കോട്ട് ചെയ്തിട്ട് എടുത്ത് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അത് കൂടാതെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കിത് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് സാധാരണ കട്ട്ലറ്റ് പോലെ തന്നെ ചെയ്യാം. അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചറിലാണ് വ്യത്യാസം വരുന്നത്. നമ്മുടെ സാധാരണ കട്ട്ലറ്റിൽ നിന്ന് ഇത്തിരി കൂടി ക്രീമി ടെക്സ്ചറായിരിക്കും ഈ കട്ട്ലറ്റിന് ഉണ്ടാവുക. ഇനി നമുക്കിത് സാധാരണ കട്ട്ലറ്റൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ പൊരിച്ചെടുക്കാം. പിന്നെ ഇതിന് എപ്പോഴും നല്ലത് റിഫൈൻഡ് ഓയിലാണ്. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇതിനത്ര മാച്ചല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം വെന്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പുറമേയുള്ള കോട്ടിംഗ് ഉണ്ടല്ലോ അതിൻ്റെ കളറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതെല്ലാം പൊരിച്ചു കോരി എടുക്കാവുന്നതാണ്. അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് കട്ട്ലറ്റ് ഞാൻ ഇവിടെ പൊരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഒറ്റയായിട്ട് പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ പൊരിച്ചെടുക്കാം. അതല്ല ഫ്രൈ പാനിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നിരത്തി വെച്ച് പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇത് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്ത കട്ട്ലറ്റാണ്. അത് പൊരിച്ചെടുത്തതാണ് ഇപ്പം നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇത് നമ്മൾ റഷ്യൻ കട്ട്ലറ്റ് മോഡലിൽ നമ്മൾ സേമിയയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. രണ്ടും ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ടെക്സ്ചറിനാണ് ഡിഫറൻസ് വരുന്നത്. ആ ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ് സാധാരണ നമ്മുടെ കട്ട്ലറ്റിനെക്കാട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാനായിട്ടും മറക്കരുത്. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.